ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു 5 വീഡിയോസ് ഉണ്ട് കേട്ടോ. അതായത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന ഒരു 5 വീഡിയോസ്. ഇത് പഴയതാണ്, പക്ഷേ നമുക്ക് 2019 മുതൽ സിലബസിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ 5 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ 5 വീഡിയോസ് നന്നായിട്ട് കാണാം. 5 എണ്ണം കണ്ടാൽ തന്നെ നമുക്ക് ഒരുവിധം മാർക്ക് വാങ്ങി സ്കോർ ചെയ്ത് പ്രോബ്ലംസ് സെറ്റ് ആക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ തിയറിയും കൂടി നോക്കി പോയാൽ അടിപൊളിയായിട്ട് നമുക്ക് നല്ല മാർക്ക് വാങ്ങി പാസ്സാവാൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പറ്റും. ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് പൊതുവേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ വരണമെന്നില്ല കേട്ടോ. കാരണം കോസ്റ്റ് അക്കൗണ്ടിങ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് എപ്പോഴും വരാറുള്ളത്. അതും നാളെ നിങ്ങൾ അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ എളുപ്പമായി വന്നാൽ അത്രയും നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് നിങ്ങൾ ഡിഫിക്കൽട്ട് ആകും എന്ന് എക്സ്പെക്ട് ചെയ്ത് തന്നെ പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ 5 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് കണ്ടതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ കാണാം, എന്നാലും നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റ്. ഈ ഡയറക്റ്റ് കോസ്റ്റ് തന്നെയാണ് കേട്ടോ പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡയറക്റ്റ് കോസ്റ്റ് ഓർ പ്രൈം കോസ്റ്റ് കേട്ടോ. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്, ഡേഞ്ചർ ലെവൽ, അത് സ്റ്റോക്ക് ലെവൽ വരുന്നതാണ് ഡേഞ്ചർ ലെവൽ. പിന്നെ ഇഒക്യുവിൻ്റെ തിയറി എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇഒക്യു, അതുപോലെ ABC അനാലിസിസ്, FSN അനാലിസിസ്, VED അനാലിസിസ്, JIT ജസ്റ്റ് ഇൻ ടൈം. ഇത് നന്നായിട്ട് നോക്കിക്കോ. ഇതിന് എന്തായാലും 2 ക്വസ്റ്റിനോ 1 ക്വസ്റ്റിനോ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. ഇവിടെ ഇഒക്യു ചോദിച്ചിട്ടുണ്ട്. FSN ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ് ഐറ്റംസ്. പിന്നെ ക്യാഷ്വൽ വർക്കർ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്, ലേബറിലെയാണത്. അപ്പോഷ്മെൻറ്റ് ഓഫ് ഓവർഹെഡിലെയാണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നോർമൽ ലോസ്, ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരും, നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ, വേസ്റ്റേജ്, സ്ക്രാപ്പ്, സ്പോയിലേജ്. ഇത് നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഇതിനെന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ബഡ്ജറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേരിയൻസ്, ലേബർ കോസ്റ്റ് വേരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, VED നേരത്തെ പറഞ്ഞില്ലേ, വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ സ്പെയർ പാർട്സിൻ്റെ മെറ്റീരിയൽ നമ്മൾ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് VED കേട്ടോ. അത് നോക്കുക. ABC നോക്കുക, ABC അനാലിസിസ് നോക്കുക. ഇനി ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ അസർട്ടൈൻമെൻ്റ് ആണ്. അത് പ്രോബ്ലത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു 4 നോട്ട്സ് കിടക്കുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നുള്ളത് അത് തിയറി ആയിട്ട് ചോദിച്ചേക്കാനാണ് കേട്ടോ. പിന്നെ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മക്കളെ ഞങ്ങളൊരു 4 പോയിന്റ് പറഞ്ഞുതരാം. ഈ 4 പോയിന്റ് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഒന്ന്, വേസ്റ്റേജ് റെഡ്യൂസ് വേസ്റ്റേജ്. അതുപോലെ കോസ്റ്റ് റിഡക്ഷൻ, അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രൈസ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് കേട്ടോ. ഈ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് എല്ലാത്തിനും ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആ 4 പോയിന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ആവും. അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് പറഞ്ഞാൽ ബാച്ച് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ ജോബ് കോസ്റ്റിംഗ്, അങ്ങനെ കുറേ കോസ്റ്റിംഗിൽ നമ്മൾ ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നില്ലേ, അതാണ് എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇഒക്യു കാണാനായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആനുവൽ കൺസംഷൻ തന്നിട്ടുണ്ട്. 12,000 യൂണിറ്റ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ് 12 രൂപ. ക്യാരിങ് കോസ്റ്റ് 24%. എന്തിൻ്റെ 24%? 1 രൂപയുടെ കേട്ടോ. അപ്പോൾ 0.24 വരും. ഒരു വെറുതെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് 2CO/I, സി എന്ന് പറഞ്ഞാൽ ആനുവൽ കൺസംഷൻ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 2 × 12,000 × 12 ഡിവൈഡഡ് ബൈ 1ൻ്റെ 24% എടുക്കുക നിങ്ങൾ. 1 × 24/100 അത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഇഒക്ക് സുഖമായിട്ട് 5 മാർക്ക് വാങ്ങാൻ പറ്റും. ആ മെറ്റീരിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക. ചിലപ്പോൾ സ്റ്റോക്ക് ലെവൽ വരും, അതായത് മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, മാക്സിമം ലെവൽ, അതുപോലെ ആവറേജ് ലെവൽ. അതോ അല്ലെങ്കിൽ ഇഒക്യുओ അല്ലെങ്കിൽ ഫിഫോ, ലിഫോ, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്. ഈ പറയുന്ന പ്രോബ്ലംസിൽ നിന്ന് ഒരു പ്രോബ്ലം ഷുവറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ നമ്മുടെ സ്റ്റോഴ്സ് ലെഡ്ജർ ആണ്. അത് സിമ്പിൾ ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മെഷീൻ അവർ റേറ്റ്, MHR ആണ്. 1 മണിക്കൂർ ഒരു മെഷീൻ പ്രവർത്തിക്കാൻ എത്ര കോസ്റ്റ് വരും? നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയാവുന്ന അത്രയും സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തു വയ്ക്കുക. കാരണം നിങ്ങൾക്ക് സ്റ്റെപ്പിന് മാർക്ക് കിട്ടും. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ആണ്. അത് നമ്മുടെ ലേബർ എന്ന് പറയുന്ന ചാപ്റ്ററിലുണ്ട് കേട്ടോ. അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. 10 മാർക്കിൻ്റെ SA ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കോൺട്രാക്ട് കോസ്റ്റ് വരയ്ക്കാനാണ്. കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകൾ എഴുതി വയ്ക്കുക. കോൺട്രാക്ട് അക്കൗണ്ട് ഹെഡിങ് കൊടുത്തിട്ട് മെറ്റീരിയൽ എഴുതുക, ലേബർ എഴുതുക, പ്ലാന്റ് എഴുതുക, അതുപോലെ വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും ക്രെഡിറ്റിലാണ് എഴുതേണ്ടത് കേട്ടോ. അത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പെറുക്കി എഴുതാം. അപ്പോൾ ആ സ്റ്റെപ്പിനെങ്കിലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ബഡ്ജറ്റാണ് ചോദിച്ചേക്കണേ, ക്യാഷ് ബഡ്ജറ്റാണ് ചോദിച്ചേക്കണേ. അത് നിങ്ങൾ ഇതുപോലെ തന്നെ റെസീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ചെയ്ത റെസീറ്റ്,
അത് ടോട്ടൽ ചെയ്യുക. അതിൽ നിന്ന് ക്ലോസിംഗ് ബാലൻസ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റുകൾ കുറയ്ക്കണം. ആ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഓവർ ഹെഡ് അക്കൗണ്ടിങ്, ഇതാണ് നമ്മുടെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2022 ഇവിടെയും കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോഴ്സ് റിക്വസിഷൻ, കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ പഠിച്ചു വെക്കുക കേട്ടോ. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണ് കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റിന് പകരം പ്രോഫിറ്റ് എഴുതിയ പ്രോഫിറ്റ് സെൻറ്റർ ആയി കേട്ടോ. ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കളയുന്ന സമയത്ത് വർക്ക് ചെയ്യാത്ത സമയമാണ് ഐഡിയൽ ടൈം. അത് നോർമലുണ്ട്, അബ് നോർമലുണ്ട്. സെമി വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരിയബിളും അല്ല ഫിക്സഡും അല്ലാത്തത്, അതായത് പാർഷ്യലി വേരിയബിളും പാർഷ്യലി ഫിക്സഡ് ആയിട്ടുള്ള. ഇറ്റ്സ് എ മിക്സർ ഓഫ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ എഴുതിയാൽ മതി. ഇറ്റ്സ് എ മിക്സർ ഓഫ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ. ഫിക്സഡും വേരിയബിളും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് സെമി വേരിയബിൾ. പിന്നെ മെഷീൻ കോസ്റ്റ് ഉണ്ട്. എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് ഇല്ലേ, അത് മേ ബി കൂടാം. അതായത് മെറ്റീരിയലിൻ്റെ ലേബറിൻ്റെ ഒക്കെ വില കൂടുമ്പോൾ കോൺട്രാക്ട് പ്രൈസ് കൂടാം എന്ന രീതിയിൽ നമ്മൾ വെക്കുന്ന ഒരു ക്ലോസ് ആണ്, നമ്മുടെ കോൺട്രാക്ടർ വെക്കുന്ന ക്ലോസ് ആണ് എസ്കലേഷൻ ക്ലോസ്. മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, സെയിൽസ്, എല്ലാ ബഡ്ജറ്റിൻ്റെയും ഒരു കൺക്ലൂഷനില്ലേ, എല്ലാ ബഡ്ജറ്റും കൂടി ചേർത്ത് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് വരയ്ക്കുന്ന ഒരു ബഡ്ജറ്റാണ് മാസ്റ്റർ ബഡ്ജറ്റ് കേട്ടോ. പിന്നെ റിട്ടൻഷൻ മണി, നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണ്. കംപ്ലീറ്റ് ചെയ്യാത്ത കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റിനെയാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയാം. പിന്നെ അബ്നോർമൽ ഗെയിൻ ചോദിച്ചിട്ടുണ്ട്. സ്ക്രാപ്പ് ചോദിച്ചു, നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ആ 4 പഠിക്കാൻ, അതിൽ 2 ഇവിടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇഒക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഓഫ് ക്യാഷ്, അതായത് ക്യാഷ് കൂടാതെ കൊടുക്കുന്ന ക്യാഷ്വൽ അല്ലാത്ത ബെനിഫിറ്റുകളില്ലേ, ഒരാൾക്ക് കൊടുക്കുന്ന എംപ്ലോയിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്, അതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് കേട്ടോ. 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിന് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചോദിച്ചേക്കണേ. അപ്പോൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ തിയറി നന്നായി പഠിച്ചിട്ട് പോകുക, അത് എഴുതി വെക്കുക കേട്ടോ. അതുപോലെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. പർച്ചേസ് ഓഫ് മെറ്റീരിയലിൻ്റെ സ്റ്റെപ്സ്, അബ്സോർഷൻ ഓവർ ഹെഡിൻ്റെ മെത്തേഡ്സ്. 20ാമത്തെ ഇഒക്യു ആണ്. ഞാൻ പറഞ്ഞില്ലേ, മെറ്റീരിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ഇവിടെയും ഇഒക്യു ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആനുവൽ കൺസംഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൈസ് തന്നിട്ടുണ്ട്, ക്യാരിയിങ് കോസ്റ്റ് ഉണ്ട്, ഓർഡറിങ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് 48,000 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 25ൻ്റെ 12% എടുക്കുക, അതിൻ്റെ റൂട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഒക്യു കിട്ടും. അടുത്ത നമ്മുടെ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ഇവിടെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടൈലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ്, ലേബർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അടുത്ത നമ്മൾ ചോദിച്ചേക്കുന്നത് അബ്സോർഷൻ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സർവീസ് കോസ്റ്റിങ്ങിലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സർവീസ് കോസ്റ്റിങ്ങിലല്ല, നമ്മുടെ ഓവർ ഹെഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ മെത്തേഡ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ് കോസ്റ്റിംഗ്, അതൊക്കെ നമുക്ക് അതിനകത്ത് എഴുതാം. അതുപോലെ തന്നെ കോസ്റ്റിംഗ് സിസ്റ്റത്തിലെ ഓർഗനൈസേഷൻ നമ്മൾ ഇൻസ്റ്റലേഷൻ വരുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടറുകൾ കൺസിഡർ ചെയ്യണം. 26ാമത്തെ പ്രോസസ്സ് വരയ്ക്കാനാണ്. ഒന്നും അറിയില്ലെങ്കിൽ പ്രോസസ്സ് 1, 2 ഒക്കെ പറയില്ലേ. അപ്പോൾ ഇവിടെ ആകെ ഒരൊറ്റ പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നിങ്ങൾ ഇൻപുട്ടും മെറ്റീരിയലും വേജസും പ്രൊഡക്ഷൻ ഓവർ ഹെഡൊക്കെ എഴുതി വയ്ക്കുക. നോർമൽ ലോസ് ക്രെഡിറ്റിലാണ് വരിക കേട്ടോ. നോർമൽ ലോസ് കണ്ടെത്തുക. എന്തിൻ്റെ നോർമൽ ലോസ് എടുക്കണം, നിങ്ങൾ 840 ഇൻറ്റു 15/100 ചെയ്യാം. അപ്പോൾ നമുക്ക് നോർമൽ ലോസ് കിട്ടും. അതേ ഇൻറ്റു സ്ക്രാപ്പ് വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ അതിന് എമൗണ്ട് കിട്ടും. അതൊന്ന് വരച്ച് പഠിക്കുക, സിമ്പിളാണ് കേട്ടോ. അതുപോലെ 27ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കോൺട്രാക്റ്റിനെയാണ്. അപ്പോൾ കോൺട്രാക്റ്റും പ്രോസസ്സ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. എന്തായാലും ഒരു 10 മാർക്കിൻ്റെ കോൺട്രാക്റ്റിൽ നിന്നോ പ്രോസസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. അത് നന്നായിട്ട് നോക്കിയിട്ട് പോകാം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറേ ഞാൻ ഇടുന്നുള്ളൂ. ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇത് 2 നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ പോലെ കോൺട്രാക്റ്റും പ്രോസസ്സും നന്നായിട്ട് നോക്കുക. അതിൽ നിന്നൊരു എസ് എന്തായാലും വരും. അതുപോലെ മെറ്റീരിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോബ്ലം എല്ലാം നോക്കുക. അതിൽ നിന്നൊരു പ്രോബ്ലം ഉറപ്പായിട്ടും വരും. പിന്നെ ഞാൻ പറഞ്ഞ കുറേ തിയറീസ് ഇല്ല, അത് നോക്കുക. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മുടെ ഡിഫറൻസും, അതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഇത് തമ്മിലുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറൻസ് ഒക്കെ ജസ്റ്റ് നോക്കുക. അതുപോലെ പ്രോഫിറ്റ് സെൻറ്റർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് സെൻറ്റർ, VED, ABC, ജസ്റ്റ് ഇൻ ടൈം, FSN, അതുപോലെ തന്നെ ഐഡിൽ ടൈം, എസ്കലേഷൻ ക്ലോസ്, വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ്, റിട്ടൻഷൻ മണി, ബഡ്ജറ്റ്, മാസ്റ്റർ ബഡ്ജറ്റ്, ZBB, സീറോ ബേസ് ബഡ്ജറ്റ്, എന്താണ് ബഡ്ജറ്ററി കൺട്രോള്, അതുപോലെ സെമി വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ ഓവർ ഹെഡ്, പ്രൈം കോസ്റ്റ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്താണെന്ന് ചോദിക്കാം, സർവീസ് കോസ്റ്റിംഗ് എന്താണെന്ന് ചോദിക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.